നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റേജിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുന്നു. നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പറയും. അപ്പം ഞാൻ കുറച്ച് നോട്ട്സ് പോലെ ഇവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. വേറെ ആ നോട്ടും നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ പറയും. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. 1, തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 2, സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. 3, തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. 4, സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് വന്നിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ അല്ലെ, നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരെന്ന് പറയുന്ന കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത സിലബസിൽ നിന്നാണ്. അപ്പം ഇവിടുത്തെ ഓരോ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ നോക്കുക. എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ആണോ? ആണ് അല്ലേ? പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേറെ അറിയാം? മാർത്താണ്ഡവർമ്മ 1706 ജനിച്ചത്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ അല്ലെ. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ആധുനികത ആരംഭിക്കുന്നത് തന്നെ മാർത്താണ്ഡവർമ്മയിലാണ്. അതുകൊണ്ട് തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആളാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അതുപോലെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിനെയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയമാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം, ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പം വർഷവും കൂടെ ഓർത്ത് വയ്ക്കുക. 1729 മുതൽ 1758 വരെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം അല്ലെ. 1729 മുതൽ 1758 വരെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കുളച്ചൽ യുദ്ധം അല്ലെ. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 നടത്തിയത്. അപ്പോൾ ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുമായി ഏറ്റുമുട്ടിയ യൂറോപ്യൻസ് ആരായിരുന്നു? സ്ഥിരം ചോദ്യമാണ്. ഡച്ചുകാരായിരുന്നു അല്ലെ. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു നമ്മുടെ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഈ കുളച്ചൽ എന്ന് പറയുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരികളുടെ മുന്നിൽ പരാജയപ്പെടുന്ന യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് സൈന്യാധിപന്റെ പേര് സ്ഥിരമായിട്ട് PSC ചോദിക്കാറുണ്ട്. ഡിലനോയി ആണ് അല്ലേ. മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയി എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അദ്ദേഹം പതിവ് കണക്ക് ആരംഭിച്ചു അല്ലേ. അപ്പോൾ പതിവ് കണക്ക് ആരംഭിച്ചു എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ പതിവ് കണക്ക് അഥവാ ബഡ്ജറ്റ്, ഈ പതിവ് കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൽ ബഡ്ജറ്റ് ആരംഭിച്ചത് അഥവാ പതിവ് കണക്ക് ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അത് ശരിയായ ഒരു പ്രസ്താവന തന്നെയാണ്. അതുപോലെ തൃപ്പടിദാനം 1750 തൃപ്പടിദാനം തുടങ്ങിയതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. എന്താണ് തൃപ്പടിദാനം എന്നറിയാലോ. തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം. നടന്ന വർഷം 1750 ജനുവരി 3 അതുപോലെ അദ്ദേഹം പത്മനാഭദാസന്മാരെന്നാണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെല്ലാം പൊതുവായിട്ട് അറിയപ്പെടുന്നത്. 1ാം തൃപ്പടിദാനം അദ്ദേഹം നടത്തി. 2ാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജാവായിരുന്നു. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ മൊത്തത്തിൽ പറയേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. പതിവ് കണക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തൃപ്പടിദാനം പോലെയുള്ള കാര്യങ്ങൾ, കുളച്ചൽ യുദ്ധമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കൂട്ടത്തിൽ തന്നെ മുറജപം അതുകൂടെ ഓർത്ത് വെച്ചേക്കാം. മുറജപം ആരംഭിച്ചത് അല്ലെങ്കിൽ ഭദ്രദീപവും മുറജപവും ആരംഭിച്ച രാജാവ് ആരായിരുന്നു? നമ്മുടെ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1750 നമ്മുടെ മുറജപവും ആദ്യമായി ആഘോഷിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് ഇത്രയും ഒന്ന് ഓർത്തു വെച്ചേക്കാം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 നോക്കാം. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക്, ശുചീന്ദ്രം എന്ന് പറയാം, നിർത്തലാക്കി. വളരെയധികം ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്? പണ്ട് കാലത്ത് നായന്മാർക്കിടയിൽ പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു സംശയം മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിയിരുന്ന ഒരു
ഒരു ചടങ്ങ് പോലെ ഒന്നായിരുന്നു ഈ സുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്നത്. തിളച്ച നെയ്യിലോ എണ്ണയിലോ കൈമുക്കിയിട്ട് അങ്ങനെ നടത്തിയിരുന്ന ഒരു ആചാരമായിരുന്നു. അത് നിർത്തലാക്കിയ ആളായിരുന്നു ആര്? സ്വാതി തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്നത്. വളരെയധികം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. 1813 സ്വാതി തിരുനാൾ ജനിച്ചത്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടങ്ങളിലാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് നമ്മുടെ സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർത്തു വയ്ക്കുക, ഇദ്ദേഹത്തിന്റെ ശരിയായുള്ള പേരെന്താണ്? രാമവർമ്മ. സ്വാതി തിരുനാൾ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നതെങ്കിലും രാമവർമ്മ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയുമ്പം തിരുവനന്തപുരത്ത് പ്രസിദ്ധമായിട്ടുള്ള കുതിരമാളിക, അതുപോലെ സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗിൻ്റെ വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, തിരുവനന്തപുരത്തെ മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ് എന്നിവയൊക്കെ പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ്, സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ ഓർത്തു വയ്ക്കേണ്ട പ്രധാനപ്പെട്ട സംഗീതജ്ഞനായിരുന്നെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ഇദ്ദേഹം. അതുപോലെ സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് ഇദ്ദേഹം. അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടന്ന വർഷം 1836 അപ്പോൾ സെൻസസ് തിരുവിതാംകൂറിൽ ആദ്യമായി ആരംഭിച്ച രാജാവാണ്. വാനനിരീക്ഷണ കേന്ദ്രം 1837 ആരംഭിച്ചു. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാരാണ്? സ്വാതി തിരുനാളായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഓർത്തു വെച്ചില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ സുചീന്ദ്രം കൈമുക്ക് തുടങ്ങിയതല്ല, നിർത്തലാക്കി. ഞാൻ ആദ്യം വായിച്ച സമയത്ത് എളുപ്പം ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് നിർത്തലാക്കിയതിന് പകരം തുടങ്ങിയെന്നാണ് വായിച്ചതെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നിർത്തലാക്കിയത് തെറ്റിക്കരുത്. എന്താണ് കാര്യമെന്നൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തിരുവിതാംകൂറിൻ്റെ രാജാക്കന്മാരെ ഓടിച്ചിട്ട് ഡിഗ്രിക്കാർ ഒന്നുകൂടെ പഠിക്കുന്നത് നന്നായിരിക്കും. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3, തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അതും വളരെയധികം ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിഭായിയുടെ കാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അത് വർഷം 1925. അപ്പോൾ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ്. വർഷം 1925 ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത്. നമ്മുടെ സേതുലക്ഷ്മി തമ്പുരാട്ടിയുടെ ഭരണകാലഘട്ടം 1924 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1924 തൊട്ട് 31 വരെ ആയിരുന്നു. അതായത് 24 ഭരണകാലഘട്ടം തുടങ്ങി 25 ദേവദാസി സമ്പ്രദായം അദ്ദേഹം നിർത്തലാക്കുകയാണ് ചെയ്തത്. അതുപോലെ തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകളെ രൂപവൽക്കരിച്ച ഭരണാധികാരിയായിരുന്നു ആര്? നമ്മുടെ റാണി സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടി എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത്, അത് സ്ഥിരം ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് ഏത് ഭരണാധികാരിക്കാണ്? സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിക്കാണ്. അതുകൂടെ ഓർത്തു വെച്ചേക്കാം. അതുപോലെ തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരിയും ആര് തന്നെ? സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയായിരുന്നു. മരുമക്കത്തായം മാറ്റിയിട്ട് മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ്. അങ്ങനെ പോകുന്ന കുറേയേറെ കാര്യങ്ങൾ സേതുലക്ഷ്മിഭായിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദേവദാസി സമ്പ്രദായമാണ്. വർഷം പഠിച്ചു വയ്ക്കുക. 1925 നിർത്തലാക്കിയ ഒന്നാണ്. 24 ഭരണാധികാരിയായി 25 ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം. സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. അപ്പൊ അടിമത്തം നിർത്തലാക്കിയത് സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ കാലത്ത് അല്ല, പകരം ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്ത്. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്ന റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ് അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി എന്ന് അറിയപ്പെടുന്നത്. 1812 എന്നാൽ 1812 ഡിസംബർ 5 അടിമക്കച്ചവടം ആര് നിർത്തലാക്കുന്നത്? റാണി ഗൗരി ലക്ഷ്മിഭായ് നിർത്തലാക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 തെറ്റാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എങ്ങനെ വരും? ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ട്സ് പഠിച്ചു പോകേണ്ടി വരും. ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം
പഠിച്ചു പോകാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? KP വള്ളോൻ പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി, TK മാധവൻ ധന്വന്തരി. അപ്പോൾ ഈ TK മാധവൻ ധന്വന്തരി ഒരു ധന്വന്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ആണോ ധന്വന്തരി വൈദ്യശാല അങ്ങനെ വെച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും TK മാധവൻ ധന്വന്തരിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. സോ ഓപ്ഷൻ 4 തെറ്റായ ഒരു ഓപ്ഷനാണ്. ഇനി ബാക്കി 3 എണ്ണമാണ് നമുക്കറിയാനുള്ളത്. KP വള്ളോൻ പുലയ മഹാസഭ. അപ്പോൾ ആരാണ് KP വള്ളോൻ എന്ന് ആദ്യം അറിയണം. കൊച്ചി രാജ്യത്തെ നിരവധി ദളിത് സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു ആര്? KP വള്ളോൻ എന്ന് പറയുന്നത്. 1931 അദ്ദേഹം എവിടേക്ക് വരുന്ന കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. ഈ കൊച്ചി പുലയൻ മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിന് മുൻപ് പറയുകയാണെങ്കിൽ ഇദ്ദേഹം സെക്രട്ടറി ആയിരുന്നു കേട്ടോ. ആദ്യം KP വള്ളോൻ എന്ന് പറയുന്നത് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനൊക്കെ പ്രവർത്തിച്ചിരുന്ന പുലയ നേതാവായിരുന്നു, പുലയ സമുദായ നേതാവായിരുന്നു. ഏകദേശം 20ാമത്തെ സെഞ്ചുറിയിലൊക്കെ അതിൻ്റെ ഫസ്റ്റ് ഹാഫിലൊക്കെ പുലയ മഹാസഭയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവായിരുന്നു KP വള്ളോൻ. അതുപോലെ 46-ാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും പെങ്ങളൊക്കെ ഭയങ്കര വലിയ നേതാവായിരുന്നു, പുലയ മഹാസഭയുടെ വലിയ നേതാവായിരുന്നു. അതുപോലെ പറഞ്ഞാൽ ഓർക്കുകയാണെങ്കിൽ ആദ്യം പുലയ മഹാസഭയുടെ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് ഇദ്ദേഹം പ്രസിഡന്റ് ആവുകയൊക്കെ ചെയ്തു. ശരിക്കും ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഓർക്കുമ്പം ഈ പബ്ലിക് റോഡ്, അതായത് പാവങ്ങൾക്കും അല്ലെങ്കിൽ പിന്നോക്ക വർഗ്ഗക്കാർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതിനകത്തും പബ്ലിക് റോഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചൊരു നേതാവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരിൽ റോഡുകളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ആരുമായിട്ട് റിലേറ്റഡ് ആണ്? പുലയ മഹാസഭയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. ആദ്യം സെക്രട്ടറി ആയിരുന്നു, പിന്നീട് പ്രസിഡന്റ്, പുലയ മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു. 20th സെഞ്ചുറിയിൽ പുലയ വിഭാഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ദാക്ഷായണി വേലായുധനെ പറ്റിയിട്ട്. ഫസ്റ്റ് പുലയ വിഭാഗത്തിൽ നിന്നും ഗ്രാജുവേറ്റ് ആയ വനിതയാണ് അല്ലേ, ആദ്യ വനിതയാണ് ദാക്ഷായണി വേലായുധൻ. അതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ദളിത് വുമൺ ആയിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ. ആ 2-3 പോയിന്റോടെ നോക്കിയേക്കാം. ഇദ്ദേഹം ബുദ്ധിസം ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ബുദ്ധിസം മതം സ്വീകരിച്ച ഒരാളായിരുന്നു KP വള്ളോൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് 1-2 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനിയും ചോദിക്കുവാണെങ്കിലും വേറെ എക്സാംസിനൊക്കെ ഇപ്പോൾ ചോദിച്ചതുപോലെ വള്ളോനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ ആള് അയ്യ വൈകുണ്ഠനാണ്, ഉച്ചിപ്പതിപ്പ്. അപ്പോൾ അയ്യ വൈകുണ്ഠനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ബാക്കി പോയിന്റ്സ് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഉച്ചിപ്പതിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാക്കാം. ഇദ്ദേഹത്തിൻ്റെ ഒരു സോങ് ആണ്, അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സോങ് ആണ് എന്ന് പറയുന്നത് ഉച്ചിപ്പതിപ്പെന്ന് പറയുന്നത്. അപ്പോൾ അയ്യ വൈകുണ്ഠനെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സാമൂഹിക വിപ്ലവകാരി അല്ലേ, ഹൈന്ദവ യാഥാസ്ഥിതികതയെയും വൈദേശിക മത പരിവർത്തന ശ്രമങ്ങളെയും ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു. നാഗർകോവിലിനടുത്ത് ശാസ്താംകോയിൽ വിളയിൽ ജനിച്ചു. ദുർബല സമൂഹങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണവ്യവസ്ഥയെ നിശിതമായി വിമർശിച്ചു. വിഗ്രഹ ആരാധന, മൃഗബലി തുടങ്ങിയ ആചാരങ്ങളിൽ അർത്ഥമില്ലെന്ന് വാദിച്ച ആളായിരുന്നു. മേൽമുണ്ട് ധരിക്കൽ സമരത്തിന് നേതൃത്വം നൽകി. 1836 ശുചീന്ദ്രത്ത് സമത്വ സമാജം, ഇതാണ് PSCയുടെ ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് ഇപ്പം സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ അദ്ദേഹം 1836 ശുചീന്ദ്രത്ത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന ആശയത്തിന് ശക്തി പകർന്നു. ഓരോരുത്തരിലും ദൈവം വിളങ്ങുന്നു എന്ന സമഭാവനയാണ് വൈകുണ്ഠ സ്വാമികൾക്കുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1851 അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി അല്ലേ. അപ്പൊ കണ്ണാടി പ്രതിഷ്ഠ ചോദിക്കാറുണ്ട്. കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന തൊഴിലാളി സമൂഹത്തിന് നിർദ്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യ വൈകുണ്ഠ സ്വാമികൾ. മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് ധരിക്കാനും അദ്ദേഹം ഉപദേശിച്ചിരുന്നു. കൂട്ടത്തിൽ നോക്കുക, രാജഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നിരന്തരം സമരം നടത്തിയ വൈകുണ്ഠ സ്വാമികളെ തിരുവിതാംകൂർ സർക്കാർ 110 ദിവസത്തെ തടവിന് ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ ജാതികളിൽ നിന്നും പൂജാരിമാരെ തെരഞ്ഞെടുത്ത വിശ്വാസ സമ്പ്രദായത്തെ പുരോഹിത വിമുക്തമാക്കാനുള്ള ശ്രമവും അക്കാലത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഏത് ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുവയിൽ പന്തി എന്ന പ്രസ്ഥാനം അയ്യ വൈകുണ്ഠ സ്ഥാപിച്ചു. ഇതും സ്ഥിരം ചോദ്യമാണ്. ഏകദൈവം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകുണ്ഠർ അയ്യാവഴിക്ക് പ്രചാരം നൽകി.
ഏകദൈവം മോണോതീയിസം ആയിരുന്നു ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്. ശിഷ്യന്മാരായ ഷൺമുഖ വടിവേലു, തൈക്കാട് അയ്യാവ് എന്നിവർ അയ്യാ വൈകുണ്ഠരുടെ ദർശനങ്ങളാണ് പ്രചരിപ്പിച്ചിരുന്നത്. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ശിഷ്യന്മാരുടെ കാര്യം. വൈകുണ്ഠ സ്വാമികൾ 1809 നാഗർകോവിലുള്ള ശാസ്താംകോയിൽ വിളയിലെ സ്വാമിത്തോപ്പിലാണ് ജനിച്ചത്. ആദ്യകാല നാമം മുടിചൂടും പെരുമാൾ, സ്ഥിരം ചോദ്യമാണ്. സവർണരുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. അപ്പം മുടിചൂടും പെരുമാൾ എന്ന ആദ്യ നാമം പിന്നീട് മുത്തുക്കുട്ടി എന്ന് മാറ്റി. പിൻകാലത്ത് വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചു. 1836 അവർണരുടെ അവകാശങ്ങൾക്കും രാജഭരണത്തിന്റെ അനീതികൾക്കുമെതിരെ ശുചീന്ദ്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടനയായ സമത്വ സമാജം രൂപീകരിച്ചു. അപ്പോൾ PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ താഴോട്ട് പറയാണ്. 1, 2 ഇപ്പം നമ്മൾ വായിച്ചത് തന്നെയായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ജയിലിലാക്കപ്പെട്ടത്. അതുപോലെ ബ്രിട്ടീഷുകാരെ വെളുത്ത ചെകുത്താന്മാരെന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹം. വേല ചെയ്താൽ കൂലി കിട്ടണം, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. PSC ക്വസ്റ്റ്യൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി തൊഴിലാളി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്, PSC ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. അയ്യാവഴി എന്ന സിദ്ധാന്തം അദ്ദേഹത്തിന്റെ ആയിരുന്നു, PSC ക്വസ്റ്റ്യൻ ആണ്. സാഹോദര്യം നിലനിർത്തുന്നതിനും എല്ലാവർക്കും തുല്യമായ അവകാശം ലഭിക്കുന്നതിനും വേണ്ടി അദ്ദേഹം രൂപീകരിച്ച കൂട്ടായ്മയാണ് തൂവൽ പന്തയം, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ ദക്ഷിണേന്ത്യൻ ഉടനീളം അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നത്, ക്വസ്റ്റ്യൻ ആണ്. ജനങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി അദ്ദേഹം സ്വന്തം ജന്മനാട്ടിൽ നിർമ്മിച്ച 2 കിണറുകളാണ് മുന്തിരി കിണർ, സ്വാമി കിണർ, PSC ചോദിച്ചതാണ്. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകി. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിലും ചാന്നാർ ലഹള അറിയപ്പെടുന്നു, അതും PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1822 ചാന്നാർ ലഹള ആരംഭിച്ചത്. 1859 ജൂലൈ 26 അവസാനിച്ചു. അതുപോലെ ഉത്രാടം തിരുനാളിന്റെ കാലത്താണ് ചാന്നാർ ലഹള നടന്നത്. നാടാർ സ്ത്രീകളാണ് ചാന്നാർ ലഹള നടത്തിയത്. അതുപോലെ അദ്ദേഹത്തിനെ പറ്റി സ്ഥിരമായിട്ട് ചോദിക്കുന്ന അഖില തിരുട്ട്, അരുൾനൂൽ എന്നിവ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. 51 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ഇത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി. അപ്പോൾ ഉച്ചിപ്പതിപ്പ് അദ്ദേഹത്തിൻ്റെ ആണ് കേട്ടോ, സോങ് ആണ്. പുലയ മഹാസഭ KP വള്ളോൻശ്ശേരിയാണ്. അടുത്തത് CP അച്യുതമേനോൻ വിദ്യാവിനോദിനി. അത് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. അപ്പോൾ CP അച്യുതമേനോനെ പറ്റിയിട്ട് പറയണം. അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ മലയാളത്തിലെ ആദ്യകാല സാഹിത്യ വിമർശകനും അതുപോലെ തന്നെ വിദ്യാവിനോദിനി മാസികയുടെ പത്രാധിപരുമായിരുന്നു അദ്ദേഹം. വിദ്യാവിനോദിനി എന്താണ്? മാസികയാണ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ പത്രാധിപർ. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം കിട്ടിയില്ലേ? അത് കറക്റ്റ് അല്ലേ? അപ്പം നോക്കാം, മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിന്റെ കുലപതി എന്നും അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുന്നു. അപ്പോൾ CP അച്യുതമേനോനെ പറ്റിയിട്ട് ഒരു പോയിന്റ് പഠിക്കുക. മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിന്റെ കുലപതി എന്ന് അദ്ദേഹത്തെ വാഴ്ത്തുന്നു. വിദ്യാവിനോദിയിലെ ലേഖനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന. അപ്പം മാസികയായിരുന്നു എന്ന് ഓർക്കുക, അദ്ദേഹമായിരുന്നു പത്രാധിപര്. 1886 ആണ് വിദ്യാവിനോദിനി എന്ന മുദ്രാലയം സ്ഥാപിക്കപ്പെടുന്നത്. വി സുന്ദരയ്യർ ആൻഡ് സൺസ് എന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന സുന്ദരയ്യരും പുത്രൻ വിശ്വനാഥയ്യരുമായിരുന്നു ശരിക്കും ഈ ഒരു സ്റ്റാർട്ടിങ്, അതായത് വിദ്യാവിനോദിനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അച്ചുകൂടത്തിൽ ഒരു മാസിക ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ ചുമതല വഹിക്കുന്നതിന് CP അച്യുതമേനോനെ നിയോഗിക്കുകയായിരുന്നു ശരിക്കും ചെയ്തത്. CP അച്യുതമേനോൻ പത്രാധിപരും വിശ്വനാഥൻ നാഥയ്യർ മാനേജരുമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യകാലത്ത് ഈ മാസിക തൃശ്ശൂരിലെ കൽപ്പദ്രുമം പ്രസ്സിലാണ് അച്ചടിച്ചിരുന്നത്. അപ്പം വിദ്യാവിനോദിനിയെ പറ്റിയിട്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. 1900 മുതലാണ് വിദ്യാവിനോദിനി പ്രസ്സിൽ മാസിക അച്ചടിക്കാൻ തുടങ്ങിയത്. 1900. 1889 നവംബറിലാണ് വിദ്യാവിനോദിനിയുടെ ആദ്യ ലക്കം പുറത്തു വരുന്നത്. ഒരു വ്യാഴവട്ടത്തിലധികം കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക വിജ്ഞാന രംഗങ്ങളിൽ സംഭാവന നൽകാൻ വിദ്യാവിനോദിനി മാസികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1902 മാർച്ച് വരെ 150 ലക്കങ്ങളാണ് ഈ ആദ്യകാല മാസികയിൽ നിലനിൽക്കാനായിട്ട്, അതായത് ഇത്രയും ലക്കങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവസാന കാലത്ത് മാസികയുടെ പേര് വിദ്യാവിനോദിനി വക്താവ് എന്നാക്കി മാറ്റിയിരുന്നു. അപ്പോൾ ഇതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം, കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. 1898 CP അച്യുതമേനോൻ പത്രാധിപത്യം ഒഴിഞ്ഞതിന് ശേഷം അപ്പു നെടുങ്ങാടി, TK കൃഷ്ണമേനോൻ, പള്ളിയിൽ ഗോപാലമേനോൻ എന്നിവർ പത്രാധിപ ചുമതല വിദ്യാവിനോദിനിയുടെ ഏറ്റെടുത്തിരുന്നു. അപ്പം ഈ വിദ്യാവിനോദിനി എന്ന് പറയുന്ന ഒരിക്കലും ഒരു മാസിക എന്ന് പറയുന്ന ഒരു സാഹിത്യ മാസികയൊന്നും ആയിരുന്നില്ല. ചരിത്രം, ധനശാസ്ത്രം, ശാസ്ത്ര വിഷയങ്ങൾ എന്നിവയെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 1903 കൂടിയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്, പ്രയാസമായിട്ട് നിന്നു പോകുന്നത്, കംപ്ലീറ്റ്ലി നിന്നു പോകുന്നത് 1903 കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുമല്ലോ. അപ്പം സ്റ്റേറ്റ്മെന്റ് 3 തമ്മിലും ബന്ധമുണ്ട്. അപ്പം TK മാധവൻ, ധന്വന്തരി യാതൊരു വിധത്തിലുള്ള ബന്ധവും കാണുന്നില്ല.
ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധന്വന്തരി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ധന്വന്തരി വൈദ്യശാല ആയിരിക്കാം, ധന്വന്തരിയിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, എന്താണെന്ന് അറിയില്ല. എന്തായാലും ടി കെ മാധവനുമായിട്ട് ബന്ധമില്ല. PSCയുടെ ഒഫീഷ്യൽ ആൻസർ കീക്കകത്തും ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയായ ബന്ധം എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 വരുമ്പം ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഉത്തരവാദിത്ത ഭരണം എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ തെറ്റാണ്. അടുത്ത നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഉൽഗുലാൻ മൂവ്മെന്റ്, സാഫാഹാർ മൂവ്മെന്റ്, കാജാനാഗ റിബലിയൻ, ഗദ്ദാർ മൂവ്മെന്റ്. ഗാധാർ എന്നാണ് ഗദ്ദാർ മൂവ്മെന്റ്. ഇംഗ്ലീഷിലേക്ക് നോക്കുന്ന സമയത്ത് ഉൽഗുലാൻ മൂവ്മെന്റ്, സർഫാഹർ മൂവ്മെന്റ്, കച്ചാനാഗ റിബലിയൻ, ഗദ്ദാർ മൂവ്മെന്റ്. ഇതിനകത്ത് ഒരേ കാറ്റഗറിയിൽ പെടുന്നതാണോ ചോദിച്ചിരിക്കുന്നത്? ഒരേ കാറ്റഗറിയിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് അറിയണമല്ലോ. അതായത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഉൽഗുലാൻ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ്. ഉൽഗുലാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പ്രാദേശിക അധികാരികൾ ആദിവാസികൾക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പറയുന്നതിനകത്ത് മൂന്ന് സംഭവങ്ങൾ, റിവോൾട്ട്സ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ആദിവാസികൾക്കെതിരെ ഉണ്ടായ മൂവ്മെന്റ് ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഒരെണ്ണം ഗദ്ദാർ പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഗദ്ദാർ ഒരിക്കലും ആദിവാസികൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഒറ്റപ്പെട്ടത്, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി ഓരോന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രാദേശിക അധികാരികൾ ആദിവാസികൾക്കെതിരായി ചൂഷണത്തിനും വിവേചനത്തിനുമെതിരെ ബിർസ മുണ്ട ആരംഭിച്ച പ്രസ്ഥാനമാണ് ഉൽഗുലാൻ അഥവാ ഗ്രേറ്റ് ടമൾട്ട് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് പ്രസ്ഥാനം. അപ്പോൾ ഉൽഗുലാൻ ആരുടെയാണ്? ബിർസ മുണ്ട. ബിർസ മുണ്ട അറിയില്ലേ? ബിർസ മുണ്ടയുടെയാണ് ഉൽഗുലാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ബിർസ മുണ്ട ബ്രിട്ടീഷ് സർക്കാർ അടിച്ചേൽപ്പിച്ച ഫ്യൂഡൽ ഭരണകൂട വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഉൽഗുലൻ വിപ്ലവം അല്ലെങ്കിൽ മുണ്ട കലാപം എന്നറിയപ്പെടുന്ന കലാപത്തിന് നേതൃത്വം നൽകി. അദ്ദേഹം ജനങ്ങളെ ഉണർത്തുകയും ഭൂ ഉടമയ്ക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും അവരിൽ കലാപത്തിന്റെ വിത്ത് പാകുകയും ചെയ്തു. പണമിടപാടുകാർക്ക് കടം അഥവാ പലിശ കൊടുക്കുന്നതും ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കുന്നതും നിർത്താൻ ബിർസ മുണ്ട ബഹുജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ വിക്ടോറിയൻ ഭരണം അവസാനിപ്പിക്കാനും ജാർഖണ്ഡിൽ മുണ്ട ഭരണം സ്ഥാപിക്കാനും കലാപം. അപ്പോൾ എവിടെയാണ് നടന്നത്? ജാർഖണ്ഡ് കേന്ദ്രീകരിച്ചാണിത് നടന്നത്. അതുപോലെ ഇദ്ദേഹം 2 സൈനിക യൂണിറ്റുകൾ രൂപീകരിച്ചു. ഒന്ന് സൈനിക പരിശീലനത്തിനും സായുധ പോരാട്ടത്തിനും, മറ്റൊന്ന് പ്രചാരണത്തിനുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു കാര്യം കൂടി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ആദിവാസികൾക്കെതിരായിട്ട് ചൂഷണത്തിനും വിവേചനത്തിനുമെതിരായ അദ്ദേഹത്തിൻ്റെ പോരാട്ടം 1808 ചോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് പാസ്സാവാൻ കാരണമായി. 1808 ചോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട്, കർഷക നിയമം ഉണ്ടല്ലോ, പാസ്സായത്. അത് ആരുടെ പ്രവർത്തന ഫലം? ബിർസ മുണ്ടയുടെ പ്രവർത്തന ഫലം. അപ്പോൾ ഉൽഗുലാൻ മൂവ്മെന്റ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ആദിവാസികളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ജാർഖണ്ഡിലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതെന്താണെന്നുകൂടെ ഓർത്ത് വെക്കുക. ബിർസ മുണ്ട ആദിവാസികൾക്കെതിരായ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെയും വിവേചനത്തിനെതിരെയും നടത്തിയ ഒരു മൂവ്മെന്റ് ആണ്. അപ്പോൾ അത് കിട്ടിയല്ലോ. നമ്മുടെ ഉൽഗുലാൻ മൂവ്മെന്റ് ഒരു ആദിവാസി മൂവ്മെന്റ് ആണ്. അത് സാഫാഹർ മൂവ്മെന്റ് എന്നാണ് നോക്കാം. അപ്പോൾ സാഫാഹർ മൂവ്മെന്റിന്റെ മറ്റൊരു പേരാണ് ഖേർവാർ പ്രസ്ഥാനം. ഖേർവാർ പ്രസ്ഥാനം, ഇതാണ് സ്പെല്ലിങ്. ഖേർവാർ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് വിളിക്കും. 1768 ഇത് തുടങ്ങിയത്. ലീഡ് ചെയ്ത ആരാണെന്ന് ചോദിക്കാം. നേതാവ് ഭഗ്രിത് മഞ്ചി. സ്പെല്ലിങ് ഞാൻ പെണ്ണെടുക്കാത്തത് കൊണ്ട് എപ്പോഴും ആലോചിക്കും എടുക്കണമെന്ന്. ഭഗ്രിത് മഞ്ചി എന്ന് പറയുന്ന ആളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സാന്താൾ വിഭാഗത്തിനിടയിലാണിത് തുടങ്ങുന്നത് കേട്ടോ. ഏകദൈവ സങ്കല്പത്തെ ജനകീയമാക്കാനും സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് സാന്താൾ വിഭാഗക്കാർക്കെതിരെയാണ്, സാന്താൾ വിഭാഗക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇദ്ദേഹം ഇത് അവസാനിപ്പിച്ചത്. അപ്പം ഇതും എന്താണ്, എന്ത് മൂവ്മെന്റ് ആണ്? നമ്മുടെ ആദിവാസി ഒരു മൂവ്മെന്റ് ആയതുകൊണ്ട് ഇതും ഏത് കാറ്റഗറിയിൽ വരും? ആദിവാസി മൂവ്മെന്റിന്റെ കാറ്റഗറിയിൽ വരും. അതായത് കാജാനാഗ റിബലിയൻ എന്ന് പറയുന്നത്. കാജാനാഗ റിബലിയൻ എന്ന് പറയുന്നത് കാജാനാഗാസ് പ്രക്ഷോഭം 1882 തുടങ്ങുന്നത്. 1882 തുടങ്ങുന്നത്. അപ്പൊ കാച്ചാനാഗ പ്രക്ഷോഭം എന്ന് പറയുന്നത് സംഭൂതന്റെ നേതൃത്വത്തിൽ കാച്ചാറിലെ അഥവാ ആസാമിന്റെ ഒരു പ്രദേശത്തില് കച്ചാനാഗന്മാര് കലാപം നടത്തി. ഇതൊരു കൂട്ടം ആദിവാസികൾ തന്നെയാണ്. ബ്രിട്ടീഷ് ഭൂമി റവന്യൂ നയം അവർ ധൈര്യപൂർവ്വം ആക്രമിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ നിഷ്ഠൂരമായി തകർത്തു. അപ്പോൾ ഈ പറയുന്ന എല്ലാം തന്നെ തകർന്ന മൂവ്മെന്റ്സ് ഒക്കെയാണ്. എങ്കിലും ഇതെല്ലാം കാറ്റഗറി നോക്കുന്ന സമയത്ത് ആദിവാസി പ്രക്ഷോഭങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് 3 ആദിവാസി മൂവ്മെന്റ്സ് ആയതുകൊണ്ട് ഇത് 3 ഒന്നാണ്. എന്നാൽ ഗദ്ദാർ മൂവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ?
15 ജൂലൈ 1930 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, 1930. കാരണം ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇന്ത്യ അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതുകൊണ്ടും ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ ലാലാ ഹർദയാലിനെ പറ്റിയിട്ടും അതുപോലെ സ്ഥിരമായിട്ട് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു താഴെ പറയുന്നതിൽ ഗദ്ദാർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് റാഷ് ബിഹാരി ബോസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല ഗദ്ദാർ പാർട്ടിയെ പറ്റിയിട്ട്, വീഡിയോ നീണ്ടു പോത്തതേ ഉള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനോടെ നോക്കാം. ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ്. ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി. ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ്, തെറ്റാണ്. ഇപ്പൊ ചിപ്കോ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ പരിസ്ഥിതി സംരക്ഷണ സമര പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് അല്ലെ ചിപ്കോ പ്രസ്ഥാനം. 1970-കളിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിന് കോൺട്രാക്ടർമാരെ അനുവദിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നയത്തിനെതിരെ കർഷകരും ഗ്രാമീണ ജനതകളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരത്തിനെയാണ് നമ്മൾ ചിപ്കോ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. 1973 മാർച്ച് 26 ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്ന ഉത്തരാഖണ്ഡിലെ ചമേലി ജില്ലയിലാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പൊതുവായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ മുദ്രാവാക്യം എന്ന് നമ്മൾ പറയും. ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്, ഇതാണ് അതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ, ചണ്ഡി പ്രസാദ് ഭട്ട് എന്നിവരായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഗൗരാദേവി അല്ലേ, പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി. ഗൗരാദേവി ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയായിരുന്നു, അത് പ്രസ്താവന ശരിയായിട്ടുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ചിപ്കോ മൂവ്മെന്റിന്റെ ഒരു സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടത്. സർവോദയ മൂവ്മെന്റ് അറിയാലോ. അപ്പോൾ 1973 തുടക്കത്തിൽ മഹാത്മാഗാന്ധിയുടെയും ആചാര്യ വിനോബാ ഭാവയുടെയും സർവോദയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ട് ഒരു സ്പോർട്സ് ഗുഡ് കമ്പനി ചാമരങ്ങളെല്ലാം വെട്ടിമാറ്റുന്നതിനെതിരെ ഗ്രാമീണ പ്രകടനം നടത്തിയപ്പോഴാണ് ഈ ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ രൂപത്തിലേക്ക് വന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ എന്താണ് ചിപ്കോ മൂവ്മെന്റിന്റെ ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് സർവോദയ മൂവ്മെന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി 1, 2, 3 ശരിയാണെന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ബാക്കി 4 ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ചേറെ പോയിന്റ്സ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക, റിലേറ്റഡ് ഫാക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നാൽ റിലേറ്റഡ് ഫാക്ട്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാതെയും കൂടെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.